സംവിധായകൻ സത്യശീലൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ XXY നന്ദിനി ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. സർ, ഇന്ന് താങ്കളുടെ ആദ്യത്തെ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ? ആളുകൾ സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ. XXY നന്ദിനി എന്ന പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, എന്നാൽ ഉദ്ദേശിക്കാതിരുന്നിട്ടുമില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഉദ്ദേശിക്കണമെങ്കിൽ ഉദ്ദേശിക്കാം, അത്രേ ഉള്ളൂ. അല്ല, ഈ ഒരു പേര് പുറത്തു വന്നപ്പോൾ മുതൽ പലതരം അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെപ്പറ്റി എന്താണ്? പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, GS പ്രദീപിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ എന്തോ. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു അധ്യാപകൻ ചന്തം എന്ന വാക്ക് എഴുതിയിട്ട് അതിൽ നിന്ന് കുറച്ച് വാക്കുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഒരാൾ ചെന്നിട്ട് ചാക്ക് ശേഷം വള്ളി ഇട്ടു, അപ്പോൾ അത് ചിന്തയായി. വേറൊരാൾ ചന്ത കഴിഞ്ഞതിന് ശേഷം ഒരു പൂജ്യം ഇട്ടു, അപ്പോൾ അത് ചന്തമായി. വേറൊരാൾ ചെന്ന് ചന്താന്ന് കഴിഞ്ഞതിന് ശേഷം വള്ളി ഇട്ടു, അപ്പോൾ അത് എന്തായി? അപ്പോൾ ഓരോരുത്തരും ഇതിനെ കാണുന്ന രീതിയാണ്. അപ്പോൾ ഓരോ ആളുകളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അവരുടെ അജണ്ടകൾക്കനുസരിച്ച് ഈ കാണുന്ന രീതിക്ക് മാറ്റങ്ങളുണ്ടാവും. എന്ത് പ്രമേയമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്? ആളുകൾ സിനിമ കാണട്ടെ, ഇത് കാണാതെ അഭിപ്രായം പറയുന്നതിന്. അപ്പൊ എല്ലാവരെയും പോലെ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു ഷോ തീരുന്നത് വരെ. ഓക്കെ, താങ്ക് യു. മൊത്തത്തിൽ ഈ സിനിമയിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. ചിലപ്പോ അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. മൂപ്പറെ കൂടെ സെൽഫി എടുത്താലോ? അതുകൊണ്ട് ഇവിടെ വന്നതിന്റെ തെളിവുണ്ട്. വേണോ? ഇവിടെ ഇങ്ങോട്ട് നീ ഒന്നുകൊണ്ട് നോക്കിക്കോളെ. നമ്മുടെ ലോക്കൽസ് അല്ലേ എല്ലാവരും ഇത് കാണാൻ വന്നതല്ലേ? അതന്നെ സാർ. തിരിച്ചുടി തിരിച്ചുടിന്ന് അതന്നെ സാറേ. നമ്മളുണ്ടാളും കൂളിംഗ് ഗ്ലാസ് ഇട്ടുണ്ട്, നല്ല സൂപ്പറാണ്. ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് മേഡം ഇവിടെ തന്നെ ഉണ്ടല്ലേ സജീവമായിട്ട്? ഈ 3-4 ദിവസത്തിനുള്ളിൽ കണ്ടതിൽ ഏറ്റവും മികച്ചത് എന്ന് തോന്നിയ സിനിമ ഏതാണ്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇവിടെ വാതിൽ നിന്ന് കൂടെ കടക്കുമ്പോൾ നിങ്ങളെപ്പോലെ മാധ്യമ പ്രവർത്തകർ വന്ന് വളയും, പിന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതേപോലെ ആരാധകർ വരും. അവരെയും പിണക്കാൻ പറ്റില്ലല്ലോ, നമ്മളെ നിലനിർത്തുന്നത് അവരാണല്ലോ. ചുരുക്കത്തിൽ സിനിമകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. മറ്റേ നടിയല്ലത് അതാ. ഇതാണ് ഈ സർക്കാർ വന്നാലുള്ള കുഴപ്പം. ലോക്കൽസിനൊക്കെ ഡെലിഗേറ്റ് പാസ് കൊടുക്കും. ഇന്നിപ്പോ ഏതെങ്കിലും സിനിമ കാണണം എന്നാണ്, അങ്ങനെ ഇന്നതൊന്നുമില്ല. ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? വരാൻ പോകുന്നത് കുറേ പ്രൊജക്ട്സ് വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ എല്ലാം കമ്മിറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ കഥയും അതിൻ്റെ സ്റ്റോറി ബോർഡും എല്ലാം നോക്കിയിട്ടേ കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ സെലക്റ്റീവ് ആകുകയാണ്. അപ്പോൾ ഇനി സിനിമ കാണാൻ പോവാണ് അല്ലേ? അതെ. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി കാണാം. ആയിക്കോട്ടെ, താങ്ക് യു മാഡം. ഇല്ലത്തിലെ അടുക്കല്ലേ? ഇല്ലത്തിലെ അല്ലേ? സിനിമയിൽ നല്ല കളറാങ്ങി. ഇപ്പോൾ ശരിക്കും കളർ കുറച്ച് പോയ മാതിരി സിനിമയിൽ സാറയക്കുന്നത് സിനിമ ഞാനിങ്ങനെ തന്നെയാണ്. ആണല്ലേ? നല്ല ഇതാണ് കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് കാസർഗോഡാണ്. ശരി, സിനിമ കാണാൻ വന്നത് 2-3 കണ്ട്. പാതിരാത്രിയിലെ സ്വപ്നം 12 തവണ കണ്ടു. പിന്നെ ഇപ്പൊ ഇത് കാണാൻ നന്ദിനി കാണാണ്ട്. നന്ദിനിക്ക് കത്തിക്കാൻ കണ്ടോ? സാറയക്കണം. ഒന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ. കൊടുന്നോ? ഞാൻ കയ്യൊന്ന് പിടിക്കാനാണ്. മറിമായം